ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വ്യാഴമാറ്റം വളരെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വ്യാഴം രണ്ടാം സ്ഥാനത്തിലേക്ക്, രണ്ടിലേക്ക്, ധനസ്ഥാനം, വാക്സ്ഥാനം, അവരുടെ പ്രധാനപ്പെട്ട കർമ്മ പദ്ധതികളും അതുപോലെ പഠനത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന സ്ഥാനത്തേക്കാണ് വരുന്നത്. മറ്റൊന്ന്, ഈ വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് ഗുണം വരാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ശനിദോഷം മാറിക്കഴിഞ്ഞു. ശനി 11 വന്ന് നമുക്ക് ലാഭൈശ്വര്യ സ്ഥാനത്ത് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു കർമ്മത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ചിരകാല സ്വപ്നങ്ങളെല്ലാം പോണിയും നമുക്ക് നമ്മുടെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സമയമായി. നമുക്ക് കടങ്ങളൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേശ്ശെ മാറി ധനം വരുന്ന അവസ്ഥയാവും. ധനപരമായിട്ട് ഉയർച്ചയും അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും കർമ്മത്തിലും വിജയം വരും. നമുക്ക് ധനാഗമനം പല വഴികളിലൂടെ വരും. ഒപ്പം തന്നെ നമ്മുടെ സന്താനങ്ങളെ കൊണ്ടുമൊക്കെ സന്തോഷിക്കാവുന്ന ചില നിമിഷങ്ങളും ജീവിതത്തിൽ വന്നെത്തും. ഇനി മറ്റൊന്ന്, ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന ധനം നിലനിർത്താൻ കൂടി ശ്രദ്ധിക്കണം. കാരണം ഈ സമയം ഇപ്പോൾ ഭൂമി, വാഹനം, അതുപോലെ തന്നെ വീട്, ഇതെല്ലാം വാങ്ങാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഈ ധനം വന്നാൽ അത് നാളെ നിലനിർത്താൻ ഒരു അസറ്റാക്കി മാറ്റാൻ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. അകന്നിരുന്ന ദമ്പതികളായിരുന്നാലും പ്രണയിതാക്കളായിരുന്നാലും അതുപോലെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളായിരുന്നാലും അവർ തമ്മിൽ വീണ്ടും അടുക്കാനും വീണ്ടും സൗഹൃദം നന്നായിട്ട് പുതുക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം.